ആയിഷയ്ക്ക് എത്ര വയസ്സാണ്? 16. ആ ആയിഷയെ ആരും കെട്ടരുത് എന്ന് പറഞ്ഞ് 47 കൊല്ലം നരക ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ആയിഷയെ വിട്ടിട്ടാണ് ഈ മുഹമ്മദ് നബി മരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപം ഒരുപാടുണ്ട് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം, കഴുകിക്കളയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ഈ കല്ലിനെ കാണാതെ പോയതും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ത്യാഗമാണ് മൃഗബലി എന്നൊക്കെ പറയുമ്പോൾ ആണ് നമുക്കതിനോട് വിയോജിപ്പുള്ളത്. പക്ഷെ മുഹമ്മദ് നബി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് അതുപോലത്തെ ഒരു കല്ലൊന്നും പോരാ. നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക, ശരി, അതും അള്ളാഹുവിന് ആവശ്യമുള്ള സംഗതി അല്ല കേട്ടോ. നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ ജീവിതം അള്ളാഹു പിന്നെയും ചോദിക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ്. ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ എനിക്ക് നൽകണം, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലണം, കൊല്ലപ്പെടണം. അതൊന്നും അത്ര ശരിയായ ഒരു രീതിയല്ല. മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു. ഒരു കയ്യില് കത്തിയും വെച്ച് തലയിൽ തൊപ്പിയും വെച്ച് ഈ സാധു മൃഗങ്ങളെ പിടിച്ചിട്ട് ബലി അർപ്പിക്കുന്നതിന്റെ കാര്യമുണ്ട്. മനുഷ്യനെയോ അള്ളാഹു ബലി ചോദിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി കൊന്നോ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. എന്തിനായിരിക്കും ഈ സാധു മൃഗങ്ങള്, നമുക്ക് തല നീട്ടിത്തരുന്ന മൃഗങ്ങൾ, കരടിയെയോ പുലിയെയോ സിംഹത്തെയോ ഒന്നും ബലി നൽകാൻ അള്ളാഹു പറയാതിരുന്നതിന് പിന്നിൽ വിവരമറിയുമെന്ന് നബിക്കും അറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മൃഗങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ആദ്യമായിട്ട് സംസാരിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഗൗതമ ബുദ്ധനാണെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും. എൻ്റെ ജീവൻ നിങ്ങൾ എടുത്തോ, പകരം ആടിനെ വെറുതെ വിടുക എന്ന് പറയുന്നുണ്ട്. അപ്പോ ആലോചിക്കണം, ഒരു മൃഗത്തെ ബലിയാടാക്കരുത്. ആ മൃഗത്തിന്റെ ജീവന് എൻ്റെ ജീവനേക്കാൾ വിലയുണ്ട്. അതുകൊണ്ട് അതിനെ വെറുതെ വിട്ടിട്ട് പകരം എൻ്റെ കഴുത്തറുത്തോളൂ എന്ന് പറയാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഒരു തട്ടിൽ വെക്ക്. നിനക്ക് സ്വർഗം തരാം. അവിടെ 72 ഹൂറിപ്പെണ്ണുങ്ങളുടെ സ്ഥലങ്ങൾ കണ്ടോ, കൈകാലുകൾ കണ്ടോ, അവരുടെ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിനക്ക് തരാം, മകനെ അങ്ങ് അറുത്തേക്ക് എന്ന് പറയുമ്പോൾ അറുക്കാൻ തയ്യാറായ മനുഷ്യൻ മറുതട്ടിലും വെച്ചാൽ നിങ്ങൾ ആരെയാണ് മനുഷ്യന്റെ പ്രതീകമായിട്ട് കാണുന്നത്? മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ട് നിങ്ങൾ ആരെ കാണുമെന്ന് പറഞ്ഞു തന്നാൽ മതി. ശ്രീനാരായണ ഗുരു മൃഗബലി ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ലേ? നമുക്ക് മാംസഭക്ഷണം തൽക്കാലം ഒഴിവാക്കാമെന്ന് ഉപദേശിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു പീഡ വരുത്തരുത് ഒരു റുമ്പിനും. അതിനകത്ത് തന്നെയുണ്ട്, ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ നമ്മൾ ആരുമല്ല. എല്ലാവരും ആത്മസഹോദരന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം. കൊല്ലുന്നതുമെങ്ങിനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. ഇത് നമ്മുടെ സഹജീവികളോടുള്ള കാരുണ്യമാണ് ഈ മനസ്സിലാക്കി തരുന്നത്. സഹജീവികളോട് കൃപ വേണം. അതിനെ കൊന്ന് പിന്നെ നല്ല രൂപത്തിൽ കറിയൊക്കെ വെച്ച് തിന്നിട്ട് ഏമ്പക്കവും വിട്ട് വയറും തടവി പോയിട്ട് ത്യാഗം വേണത്രേ, ത്യാഗം. അതായത് മനുഷ്യനെ പോലെ തന്നെ ജീവജാലങ്ങളെയും അവർക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്, അവർക്കുമുണ്ട് ഇതുപോലെയുള്ള ചില ചാപല്യങ്ങൾ എന്ന് ചിന്തിക്കാൻ, സഹജീവികളോട് കരുണ കാണിക്കാൻ സാധിക്കുന്നത് ആ ചിന്ത അവർക്കുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഇസ്ലാമിൽ എന്തു മഹത്തരമുള്ള ചിന്തയാണുള്ളത് എന്ന് ചോദിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു പോസ്റ്റ്, ഒരു വാർത്തയാണ്, കുട്ടികളുടെ മുന്നിൽ വെച്ച് മൃഗബലി നടത്തരുത്. മാനസിക ആഘാതങ്ങൾക്കും ഓൾഫാക്ടറി മെമ്മറി രോഗത്തിനും ഇത് ഇടയാക്കും എന്നാണ് അലി മുബാറക്കി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ സൗദി അറേബ്യയിലെ മാനസികാരോഗ്യ വിദഗ്ധൻ നൽകിയ ഉപദേശം. കുട്ടികൾ ഈ മൃഗബലി കാണുന്നു, അപ്പോൾ കുട്ടികളിൽ മനുഷ്യത്വം മരവിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് മാനസികമായി ഒരു സാഡിസം രൂപപ്പെടുന്നു, കുട്ടികൾക്ക് മനസ്സിന് വേദന ഉണ്ടാകുന്നു. അതുകൊണ്ട് അത് ചെയ്യരുത്. ചോദ്യം ഇതാണ്,
ഇത് പറഞ്ഞത് സൗദി അറേബ്യയിലെ പുരോഹിതനാണല്ലോ. അങ്ങനെയാണെങ്കിൽ സൗദിയിൽ ഇനി ഒരു മൃഗബലി ഫെസ്റ്റ് ഉണ്ടാകുമോ ചോദിച്ചതാ. മതേതരന്മാർ നടത്തുമോ എന്ന് ചോദിച്ചതാ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നടത്താൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇറാഖിലോ ഇറാനിലോ സ്പെയിനിലോ സ്വീഡനിലോ ഒക്കെ എന്ത് നടന്നാലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലാണല്ലോ. അങ്ങനെ വരുമ്പോൾ ബീഫ് നിരോധിച്ചപ്പോൾ ബീഫ് ഫെസ്റ്റ് നടത്തി, ഹിജാബ് നിരോധിച്ചപ്പോൾ ഹിജാബ് അനുകൂല സമരങ്ങൾ ഇങ്ങനെ നിരന്തരം കൊണ്ടു നടന്നു. പല വിഷയങ്ങളിലും ഈ രൂപത്തിലൊക്കെ തന്നെയാണ് ഉള്ളത്. CAA, NRC തുടങ്ങിയ ഏക സിവിൽ കോഡ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഖുർആൻ സ്വീഡനിലെ ചില ആളുകൾ മസ്ജിദിന് മുന്നിലിട്ട് കത്തിച്ച സമയത്ത് ഇവിടെ ഖുർആനും കൊണ്ട് പ്രതിഷേധത്തിനിറങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടില് ഉയർന്ന മുദ്രാവാക്യം 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ഒന്നുകൂടി എറിയാൻ നമ്മൾ സന്നദ്ധരാണ് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യുമോന്നറിയില്ല. ഇനി പോട്ടെ, കുറഞ്ഞ പക്ഷം സൗദി കോൺസുലേറ്റിന്റെ മുമ്പിലെങ്കിലും ഇവര് ഒരു മൃഗബലി ഫെസ്റ്റ് നടത്തുവോ? അതിന് നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ, അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് തല പോകുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ഞാൻ മതേതരനാണ്, കറകളഞ്ഞ മതേതരനാണെന്ന് എഴുതുക. ഒരു വഴിക്ക് പോണതല്ലേ ഇരിക്കട്ടെ. നമ്മള് ധൈര്യമുള്ള ആളുകളല്ലേ. നമ്മൾ എന്ത് കാര്യവും ആരോടും കൃത്യമായി പറയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളല്ലേ. അപ്പൊ പറയണം. അപ്പോ നമ്മൾ ധീരമായി പ്രതികരിക്കുന്നുണ്ട് പല വിഷയങ്ങളിലും. പക്ഷേ ഏതു വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് ചിന്തിക്കുന്നത് നമ്മളാ. ലേത് എങ്ങനെ പ്രതികരിക്കണം എന്ന് ചിന്തിക്കുന്നതും നമ്മളാ. മനസ്സിലായോ? ഏത് വിഷയത്തിൽ പ്രതികരിക്കണം, എങ്ങനെ ചിന്തിക്കണം, ഇതൊക്കെ നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അപ്പോ മൃഗങ്ങളെ ബലി നൽകുമ്പോൾ ഇപ്പം ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരു മതവിഭാഗം ഓക്കെയാണ്, അവർക്കൊരു ദയയും തോന്നുന്നില്ല. അപ്പൊ ബുദ്ധന്റെ അനുയായികൾക്ക് വിഷമമുണ്ടാകും. പിന്നെ ഒരു ദിവസം സകലമാന മൃഗങ്ങളെയും ബലി നൽകാൻ വേണ്ടി ഒരു കൂട്ടക്കുരുതിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ ഈ മതത്തിൽ പിറന്നതിന്റെ പേരിൽ മാത്രം അത് വിശ്വസിക്കാൻ, അത് അനുധാവനം ചെയ്യാൻ നിർബന്ധമാക്കപ്പെട്ട ആളുകളല്ലേ നമ്മള്, നിർബന്ധിതരായ ആളുകളല്ലേ നമ്മള്. എന്നിട്ട് ഇവിടെ കുരയ്ക്കുക ഇസ്ലാമോഫോബിയ. നിങ്ങൾക്ക് പറയാം, ഇബ്രാഹിം നബി അന്ന് കാണിച്ച ത്യാഗത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. നബി എന്ത് ത്യാഗമാണ് ചെയ്തത്? ഒരു തേങ്ങാ കൊലയും ചെയ്തിട്ടില്ല. സ്വാർത്ഥനായിരുന്നു. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ മകനെ ബലി കൊടുക്കാൻ തയ്യാറായി. അത് അവിടെ തീരേണ്ടുന്ന കാര്യം. ഇന്നും അതിന്റെ ഓർമ്മയ്ക്കായി ഈ സാധു മൃഗങ്ങളെ ബലിയറുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വേവിച്ചും പൊരിച്ചും ഒക്കെ തിന്നിട്ട് ഏമ്പക്കം വിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ പറയുവാണ്, ഒരു ത്യാഗം അങ്ങ് കഴിഞ്ഞു കിട്ടി, ആഹാ എന്ത് സുന്ദര, ഇതാണോ ത്യാഗം? എന്നിട്ട് അതിനു വേണ്ടി ഒരു ദിവസവും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇബ്രാഹിം നബി ആ ദിവസം തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോ സൗദി അറേബ്യക്ക് പോലും തോന്നി, സൗദി അറേബ്യയിലെ ആ പണ്ഡിതൻ ആ സൗദിയിൽ നിന്നിട്ടത് വിളിച്ചു പറയാൻ തോന്നിയില്ലേ? ഒരു ഡോക്ടറാണ്. അദ്ദേഹം തല പോകുമെങ്കിൽ പോകട്ടെ, പറഞ്ഞിട്ട് തന്നെ കാര്യം. ബലി പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിശ്വാസികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ഉത്തർപ്രദേശ് യോഗിയെ നമ്മൾ കണ്ടില്ലേ, ആദിത്യനാഥ് മുഖ്യമന്ത്രി. അതായത് അദ്ദേഹം പറഞ്ഞത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ രൂപത്തിൽ നിങ്ങൾ എന്താഘോഷ പരിപാടികളും സംഘടിപ്പിച്ചോ, റോഡുകളിൽ നിന്ന് നമസ്കരിക്കരുത്. റോഡുകളിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നു.
വാഹനങ്ങൾ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുന്നില്ല. അനിയന്ത്രിതമാം വിധം വണ്ടികൾ വന്ന് കൂടിക്കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബലി പെരുന്നാൾ ദിവസം സമാധാനപരമായി സംഘടിപ്പിക്കാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി. മതപരമായ നിങ്ങളുടെ ഏതാഘോഷങ്ങളും ഏതാചാരങ്ങളും നിങ്ങൾക്ക് പിന്തുടരാം. പക്ഷേ കർശനമായി നടപ്പിലാക്കുന്നത് ഈ രാജ്യത്തിന്റെ നിയമമാണ്. പബ്ലിക്കിൽ വെച്ചിട്ട് ബലി അറുക്കരുത്. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയില് നിങ്ങൾ വന്നു നിന്ന് നമസ്കരിച്ചിട്ട് ഇതൊരു മതരാജ്യമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ അടക്കം റോഡുകളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ മുസ്ലിങ്ങൾ നമസ്കരിച്ച് ഒരുപാട് ഗതാഗത തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു വിഷയം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത്, ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ബലി പെരുന്നാൾ ദിനത്തില് പൊതുസ്ഥലത്ത് നമസ്കരിക്കാൻ ആരെയും അനുവദിക്കരുത് എന്ന് മുഖ്യമന്ത്രി പോലീസിന് കർശനമായ നിർദ്ദേശം നൽകിയത്. അവര് നിസ്കരിച്ചോട്ടെ. മസ്ജിദുകളുണ്ട്, വീടുകളുണ്ട്, മൈതാനങ്ങളുണ്ട്, ഈദ്ഗാഹുകളുണ്ട്, അവിടെയൊക്കെ അവർ നമസ്കരിച്ചോട്ടെ. പൊതുസ്ഥലങ്ങളിൽ കുട്ടികളെ കാണെ മൃഗബലി നടത്തരുത്. ഈ ആഘോഷത്തിന് ശേഷവും വീടിന്റെ പരിസരങ്ങളും പൊതുസ്ഥലങ്ങളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം. അത് പോലീസ് ഉറപ്പുവരുത്തണം എന്നാ പറഞ്ഞു. കാരണം ഈ മൃഗത്തിന്റെ ചോരയൊക്കെ അവിടെ കിടക്കും, അതിന്റെ തൊലിയും അവശിഷ്ടങ്ങളും ഒക്കെ അവിടെ കിടക്കും. കുട്ടികൾ അത് കാണും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കരുത്. മീററ്റ്, അലിഗഡ്, ബറേലി ഇവിടൊക്കെ കൂട്ടപ്രാർത്ഥന നടത്താൻ പോകുന്നതായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉസ്താദുമാർ പറഞ്ഞു. ഇതൊക്കെ നിയമലംഘനങ്ങളാണ്. നിങ്ങളുടെ ആരാധന നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്കതൊക്കെ ആകാം. അതല്ലാതെ പൊതുനിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അതല്ലാതെ ഇത് ഞങ്ങളുടെ മതമാണ് എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നാൽ അകത്താകുമെന്നാണ് പറഞ്ഞത്. പൊതുസ്ഥലത്ത് ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇതാ ബലിയറുക്കാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സമ്മതിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കണ്ട. ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ ആ രൂപത്തിൽ പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നത് കൊണ്ട് മറുഭാഗത്തും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. അവരും ഈ രൂപത്തിൽ തന്നെ പ്രതികരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. തെലങ്കാനയില് മേദക് എന്ന് പറയുന്ന ജില്ല, അവിടുത്തെ മേദക് ജില്ലയില് മദ്രസയ്ക്ക് നേരെ ഹിന്ദു വിഭാഗത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മിൻഹാജുലുലു മദ്രസയിൽ അവർ കന്നുകാലികളെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ വാഹനം തടയുന്നതും സംഘർഷമുണ്ടാക്കുന്നതും എന്നൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. 4 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റതായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ചോരയൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ. മിറാജുലുലു മദ്രസ മാനേജ്മെന്റ് ഈ ബലി പെരുന്നാളിന് ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കന്നുകാലികളെ വാങ്ങിയത്. അതിന് പിന്നാലെ മദ്രസയ്ക്ക് ചുറ്റും ജനക്കൂട്ടം തടിച്ചുകൂടി പ്രതിഷേധം തുടങ്ങി. അവിടെ നിന്ന് കന്നുകാലികളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ മദ്രസയ്ക്ക് സമീപത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ ഹിന്ദു വിഭാഗം വാഹനം തടയുന്നത്. അതോടെ ഹിന്ദു മുസ്ലിം യുവാക്കൾ ചേരി തിരിഞ്ഞ് കല്ലേറും തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ മദ്രസയ്ക്ക് നേരെ ആക്രമിച്ചത്. ഇതാണ് വാർത്ത. ജനക്കൂട്ടം വടികളുമായി വരുന്നതും അവർ ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാറുകളും മറ്റ് വസ്തുക്കളും ഒക്കെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനെയൊന്നും നമ്മൾ അനുകൂലിക്കുന്നില്ല. മദ്രസയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചികിത്സ നടക്കുന്നതിനിടയിൽ തന്നെ ആശുപത്രിയും ഈ അടിയുണ്ടാക്കിയ ഒരു വിഭാഗം ആളുകൾ അടിച്ചു തകർത്തു. ലാത്തി ചാർജിലൂടെയാണ് ജനവിഭാഗത്തെ പോലീസ് പിരിച്ചുവിട്ടത്. ഇതിനൊന്നും നമ്മൾ അനുകൂലിക്കുന്നില്ല. എന്താ, ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോകട്ടെ, അവരുടെ പള്ളികളിലല്ലേ, മദ്രസകളിലല്ലേ. അതിനെ എതിർത്തൊരു മറുവിഭാഗം വരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. 3 വ്യത്യസ്ത സ്ഥലങ്ങളില് 2 സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ സംഘർഷത്തില് 2 വിഭാഗങ്ങളിലെയും ആളുകൾക്ക് പരിക്കേൽക്കുന്നു. 8 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോ മേദക് SP ആയ പി ബാലസ്വാമി കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാം, നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.
6 പേര് ഹിന്ദുക്കളും 2 പേര് മുസ്ലിങ്ങളുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ. ഇവരുടെ രാഷ്ട്രീയ ബന്ധമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടന്നിട്ടുണ്ട്. നിലവില് മേദക് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പോലീസ് പരിശോധനയും കർശനമാക്കി. മേദക് പോലീസ് സ്റ്റേഷൻ സമീപത്തുള്ള അസ്ഥിരോഗ ആശുപത്രി ഹിന്ദു വാഹിനിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും അംഗങ്ങൾ വളഞ്ഞു. കർവാൻ MLA കൗസർ മൊഹിയുദ്ദീൻ മാധ്യമങ്ങളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിം കടകളും സ്ഥാപനങ്ങളും ആൾക്കൂട്ടം പ്രത്യേകമായി ലക്ഷ്യമിട്ടു എന്നും MLA പറയുന്നുണ്ട്. ഇത് ഒരു കാര്യവുമില്ലാതെ മതത്തിന്റെ പേരിൽ മനുഷ്യൻ പരസ്പരം പോരടിക്കുകയാണ്. എൻ്റെ മതം മാത്രമാണ് ഇവിടെ അനുകൂലിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്. നിങ്ങളുടെ മതം ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല, അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയും? സ്വതന്ത്ര ഭാരതം ആർക്കും തീരെഴുതി കിട്ടിയ സംഭവമല്ല. അതുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ എല്ലാവർക്കും അത് നടക്കണം. അപ്പൊ ബലിയോടനുബന്ധിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കുറവല്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. ഹിന്ദുക്കൾ കല്ലിനെ ആരാധിക്കുമ്പോൾ തെറ്റ്, മുസ്ലിങ്ങൾ കല്ലിനെ ആരാധിക്കുമ്പോൾ അത് ശരി. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല.